നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കരിമീൻ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയെല്ലാം നന്നായി യോജിപ്പിക്കുക. അതിനകത്തേക്ക് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കരിമീൻ കൂടെ ഇട്ടുകൊടുക്കാം. കരിമീനകത്തേക്ക് നന്നായിട്ട് മസാലകളെല്ലാം ചേരത്തക്ക വിധത്തിൽ നമുക്ക് നന്നായി യോജിപ്പിച്ച് വയ്ക്കാം. ഇനി നമുക്ക് കരിമീനൊന്ന് വറുത്തെടുക്കാം. എണ്ണയൊഴിച്ചു, കറിവേപ്പില ഇട്ടു, അതിൻ്റെ പുറത്തേക്ക് മീൻ ഓരോന്നായി നമ്മൾ എടുത്തു വെച്ചു. ഇനി ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. രണ്ട് സൈഡ് നന്നായി മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് മീനിനെ മാറ്റി. ഇനി നമുക്ക് അതിനാവശ്യമുള്ള മസാല കൂടെ തയ്യാറാക്കണം. നമ്മളിവിടെ മൺചട്ടിയിലാണ് മസാല തയ്യാറാക്കുന്നത്. എണ്ണയൊഴിച്ചു, കടുക് പൊട്ടിച്ചു, കടുക് പൊട്ടി വന്നപ്പോൾ അതിനകത്തേക്ക് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ചെറിയ ഉള്ളി ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം വഴണ്ടു വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക്, ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായിട്ടിടാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി, ഇത് ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടെ നന്നായി നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് വാഴയിലയിലേക്കും മാറ്റാം. കുറച്ച് മസാല അതിൻ്റെ പുറത്ത് വെച്ചു. അതിലേക്ക് മീൻ വറുത്തതും കൂടെ വെച്ചു. ഇനി വീണ്ടും മീനിനെ പൊതിഞ്ഞ് വീണ്ടും മസാല വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി വാഴയില നന്നായിട്ടൊന്ന് കെട്ടിവെക്കാം. ഇത് നമ്മൾ നേരത്തെ മീൻ പൊരിച്ച എണ്ണയാണ്. ഇതിലേക്ക് നമുക്ക് 2 മീനുകളും വെച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി പൊതിയൊന്ന് അഴിച്ചു നോക്കിയാലോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മൾ കരിമീൻ പൊള്ളിച്ചതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇവിടെ എടുക്കുന്നത് നല്ല മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം.